സാറിൻ്റെ ഉറക്കം പോയല്ലേ? ഹാപ്പി? ഇല്ല സാർ, എനിക്കിപ്പോൾ വാശിയാണ്. ഞാൻ ഇവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക സാർ. ഈ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് നമ്മുടെ പോലീസ് CCTV ഫുട്ടേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു കോമൺ വണ്ടി നമുക്ക് എന്തായാലും തടയും. പക്ഷേ പ്രതികൾ ഓരോ തവണയും വണ്ടികൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിലോ? നമുക്ക് ഇത്രയും ക്യാമറാസും ഫെസിലിറ്റീസും ചെക്കിംഗ് ഒക്കെ ഉള്ളതല്ലേ. ഇവന്മാർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് എങ്ങനെ ചാടിയെന്ന് നമുക്ക് അറിയണ്ടേ. കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ഹാക്കർ എന്നുള്ളതിൻ്റെ ഓവർ കോൺഫിഡൻസ് മാറി കിട്ടിയില്ലേ? ദിസ് ഇസ് ജസ്റ്റ് ടെമ്പററി സർ. ഞാൻ വന്നിട്ട് പണിയും സാർ നോക്കും. You should do it, man. Come on, sir. Is that very serious? Andrew? Yes, sir. Look at this. Okay. Kerala police. Lead carbonate. നീരാവിയിൽ നിറമാർന്ന ലോഹമിശ്രിതം. അത് ചെമ്പായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. SD. ഫാത്തിമ പറഞ്ഞ ഡാവിഞ്ചി കോഡ്. അതെ, മാഡം എത്തി. മാഡം, SD എന്ന സിഗ്നേച്ചർ വെച്ച് നമുക്കറിയാവുന്ന 2-3 ശില്പികളോട് അന്വേഷിച്ച് ആളെ ട്രേസ് ചെയ്തിട്ടുണ്ട്. സുധാകർ ദേവലോകം എന്നാണ് അയാളുടെ പേര്. വടക്കഞ്ചേരി കുറച്ച് ഉള്ളിലായിട്ടാണ് വീട്. സുധാകർ. ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാരെ വീടിന് പുറത്ത് നിർത്തിയിട്ടുണ്ട് മാഡം. ഇപ്പോൾ വിട്ട പുലർച്ചയ്ക്ക് പിടിക്കാം. സുധാകരൻ ദേവലോകത്തിൻ്റെ നാളത്തെ കണി നമ്മളായിക്കോട്ടെ. Come on, let's roll. ശില്പി വീട്ടിൽ തന്നെയുണ്ട് മാഡം. ഞങ്ങൾ രാത്രി മുഴുവൻ പുറത്തുണ്ടായിരുന്നു, എങ്ങും പോയിട്ടില്ല. ഇപ്പം അയാളുടെ വീട്ടിലെ പണിശാലയിലുണ്ട്. അരുൺ, പോലീസുകാരാണല്ലേ? പുറത്ത് ബൂട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. ആ പ്രതിമയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കൊച്ചിയിലെ തുടർ കൊലപാതകങ്ങളുടെ വാർത്ത അറിഞ്ഞപ്പോൾ ഞാനത് ആഗ്രഹിച്ചിരുന്നു. ആ പ്രതിമകൾ ഉണ്ടാക്കിയ ശില്പി ഞാനാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് ഒരാൾ എന്നെ കാണാൻ വന്നു. ഒരു 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ. നീതിദേവത കണ്ണു തുറന്നിരിക്കുന്ന പ്രതിമകൾ ചെമ്പിൽ ചെയ്തു കൊടുക്കണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ധാരാളം പണവും എനിക്ക് ഓഫർ ചെയ്തു. കണ്ണുകൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, മലയാളത്തിലുള്ള മുഖമായിരിക്കണമെന്നും പറഞ്ഞു. ഒരേ ഒരു ഡിമാൻഡ് മാത്രം വെച്ചു. ഉണ്ടാക്കിയത് ആരാണെന്നോ എവിടെയാണെന്നോ മനസ്സിലാക്കാവുന്ന ഒന്നും ആ പ്രതിമയിൽ പാടില്ല. ആ ഡിമാൻഡ് അല്പം സ്ട്രേഞ്ചായി എനിക്ക് തോന്നി. പിന്നെ കലയുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. പ്രതിമ പൂർത്തിയായി വന്നപ്പോൾ എനിക്കെൻ്റെ കൈമുദ്ര അതിൽ പതിപ്പിക്കാതിരിക്കാൻ തോന്നിയില്ല. ലെഡ് കാർബണേറ്റ് മിക്സ് ചെയ്ത് ആ പ്രതിമയുടെ അരക്കെട്ടിന് താഴെ ഞാൻ എൻ്റെ കൈമുദ്ര ചാർത്തി വെച്ചു.
പിന്നെ ഒരു പെരുമഴക്കാലത്ത് അയാൾ വന്നു. പറഞ്ഞതിലധികം പൈസ തന്ന് പ്രതിമകൾ വാങ്ങിക്കൊണ്ട് പോയി. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. അയാളെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയും. അല്ലെങ്കിൽ നമുക്കൊരു രേഖാചിത്രം വരയ്ക്കാം, എന്നിട്ട് അന്വേഷിക്കാം. കാര്യമില്ല. അയാൾ പ്രതിമകൾ വാങ്ങാൻ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടായിരുന്നു, സുന്ദരൻ. അയാൾ സൺഗ്ലാസ് വെച്ചിരുന്നു. പോകാൻ നേരം ആ സൺഗ്ലാസ് എനിക്ക് തന്നു. ആളെ തിരിച്ചറിയാതിരിക്കാൻ എൻ്റെ കണ്ണുകൾ കൂടി അവരെടുത്തു. ഏതോ ദ്രാവകം എൻ്റെ കണ്ണിലേക്ക് ഒഴിച്ചു. ഇതെൻ്റെ മകൾ മൈഥിലി. കോയമ്പത്തൂർ കോളേജിൽ പഠിപ്പിക്കുന്നു. പ്രതിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ FB പോസ്റ്റ് കണ്ട് സ്റ്റേഷനിൽ വന്നിരുന്നു. പിന്നെ എന്താണ് ആരുടെ അടുത്തൊന്നും പറയാണ്ട് പോയി കളഞ്ഞത്? സർ, ഞാനന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്കൊരു ഇൻ്റർനെറ്റ് കോൾ വന്നിരുന്നു. അത് ഒരു ഭീഷണിയായിരുന്നു. പ്രതിമയെപ്പറ്റി എങ്ങാനും ഞാൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേരെയും കൊല്ലും എന്നാണ് പറഞ്ഞ്. പിന്നെ എന്നെ അവർ വാച്ച് ചെയ്യുന്ന മനസ്സിലാക്കിയപ്പോൾ ഞാനവിടുന്ന് പേടിച്ചിട്ട് ഇറങ്ങിപ്പോന്നതാ. മാഡം പറയുന്നത് ഞാൻ കേട്ടു. ഒരു രേഖാചിത്രം വരച്ചാൽ തന്നെ അത് അയാളാണെന്ന് പറയാൻ പോലും ഈ അവസ്ഥയിൽ അച്ഛനെ കൊണ്ട് കഴിയില്ല. വി ആർ എക്സ്ട്രീംലി സോറി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അവരെന്നെ കൊണ്ട് 5 പ്രതിമകൾ ഉണ്ടാക്കിച്ചു. 5 എണ്ണം. 3 പേരെ അവർ കൊന്നു. ബാക്കി 2 പേർ കൂടി. ഓക്കെ മിസ്റ്റർ സുധാകർ, താങ്ക് യു ഫോർ യുവർ ടൈം. സെക്യൂരിറ്റി ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഐ കൻ അഷ്യൂർ യു ദാറ്റ്. അവരെക്കുറിച്ച് എന്തെങ്കിലും കോൺടാക്റ്റോ ഇൻഫർമേഷനോ കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കണം. ഓക്കെ മാം. ഇറങ്ങട്ടെ. ശരി. കം. എൻ്റെ കാർഡാണോ? എന്തെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് കൗൺസിലിംഗ് ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ശരി. താങ്ക് യു.